അപൂർവവും അസാധാരണവുമായ രത്നങ്ങളുടെ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗ്രഹത്തിൽ കാണപ്പെടുന്ന ഏറ്റവും അപൂർവമായ 8 കല്ലുകൾ കണ്ടെത്താനുള്ള ആവേശകരമായ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ആകർഷകമായ നിറങ്ങൾ മുതൽ സമാനതകളില്ലാത്ത അപൂർവത വരെ ഈ കല്ലുകൾ രത്നപ്രേമികളെയും ശേഖരിക്കുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു നിഗൂഢത ഉൾക്കൊള്ളുന്നു. ഭൂമിയിലെ മറഞ്ഞിരിക്കുന്ന നിധികൾ പരിവേഷണം ചെയ്യുകയും അസാധാരണമായ ഈ അപൂർവ രത്നങ്ങൾക്ക് പിന്നിലെ കഥകൾ കണ്ടെത്തുകയും ചെയ്യാൻ ഈ വീഡിയോയിലൂടെ എന്നോടൊപ്പം ചേരുക. രത്നങ്ങളുടെ ലോകത്ത് വജ്രങ്ങൾ ആഡംബരത്തിന്റെയും ചാരുതയുടെയും അപൂർവതയുടെയും പ്രതീകങ്ങളായി വാഴുന്നു. വജ്രങ്ങൾ അവയുടെ തിളക്കത്തിനും വ്യക്തതയ്ക്കും വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിലും ചില ഇനങ്ങൾ അവയുടെ അപൂർവങ്ങളിൽ പോലും വേറിട്ട് നിൽക്കുന്നു. ഈ അസാധാരണമായ കല്ലുകൾ അവയുടെ തനതായ നിറങ്ങൾ, വലിപ്പങ്ങൾ, ഉത്ഭവം എന്നിവയാൽ ശേഖരക്കാർക്കും നിക്ഷേപകർക്കും താല്പര്യക്കാർക്കും ഒരുപോലെ ആകർഷകമാണ്. നമുക്ക് ആരംഭിക്കാം. 1. കോബ്ര സ്റ്റോൺ. ലോകത്തിലെ ഏറ്റവും അപൂർവമായ രത്നങ്ങളിൽ ഒന്നായി പലപ്പോഴും വാഴ്ത്തപ്പെടുന്ന കോബ്ര സ്റ്റോൺ അതിന്റെ ആകർഷകമായ സൗന്ദര്യവും കൗതുകകരമായ ഉത്ഭവവും കൊണ്ട് ആകർഷിക്കുന്നു. ഏഷ്യയിലെ വിദൂര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ നിഗൂഢമായ കല്ലിന് പാമ്പിന്റെ സ്കെയിലുകളുടെ മാസ്മരിക പാറ്റേണുകളോടുള്ള സാമ്യം കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. വാണിജ്യ വിപണികളിൽ ഇത് സാധാരണയായി കാണപ്പെടാത്തതിനാൽ കോബ്ര സ്റ്റോണിനെ ശരിക്കും ശ്രദ്ധേയമാക്കുന്നത് അതിന്റെ ദൗർലഭ്യമാണ്. അതിന്റെ അപൂർവത അതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐതിഹ്യമനുസരിച്ച് കോബ്ര സ്റ്റോണിന് നിഗൂഢമായ ഗുണങ്ങളുണ്ട്. അത് ധരിക്കുന്നവർക്ക് സംരക്ഷണവും ധൈര്യവും ആന്തരിക ശക്തിയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ തനതായ പാറ്റേണുകളും നിറങ്ങളും മൺകലർന്ന തവിട്ട് നിറം മുതൽ ചടുലമായ ഓറഞ്ച്, ചുവപ്പ് വരെ ഓരോ കഷണത്തെയും ഒരു പ്രത്യേക നിധിയാക്കുന്നു. ദൗർലഭ്യമുണ്ടായിരുന്നിട്ടും കോബ്ര സ്റ്റോൺ അതിന്റെ രൂപീകരണവും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും പഠിക്കുന്ന രത്നശാസ്ത്രജ്ഞരെയും ഭൗമശാസ്ത്രജ്ഞരെയും ആകർഷിക്കുന്നത് തുടരുന്നു. പ്രകൃതിയുടെ ഏറ്റവും വിലയേറിയ സൃഷ്ടികളിൽ കാണപ്പെടുന്ന അസാധാരണമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നവർ അതിനെ ആഡംബരത്തിന്റെയും പ്രത്യേകതയുടെയും പ്രതീകമാക്കുന്നു. കോബ്ര സ്റ്റോൺ അതിന്റെ സൗന്ദര്യാത്മക ആകർഷണത്താൽ പ്രശംസിക്കപ്പെട്ടാലും മെറ്റാഫിസിക്കൽ ഗുണങ്ങളാൽ വിലമതിക്കപ്പെട്ടാലും രത്നക്കല്ലുകളുടെ ലോകത്തിലെ ആകർഷകമായ പ്രഹേളികയായി കോബ്ര സ്റ്റോൺ നിലനിൽക്കുന്നു. 2. ഫ്ലോറൈറ്റ് പേൾ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ല്. 88 മില്യൺ പൗണ്ട്, അതായത് $137 മില്യൺ വിലമതിക്കുന്ന ഒരു മുത്ത് ഫ്ലോറൈറ്റ് പേൾ. എന്നാൽ 1.5 മീറ്റർ 5 അടി ഉയരവും 6 ടൺ ഭാരവുമുള്ള മംഗോളിയയിൽ നിന്ന് കണ്ടെത്തിയ ഈ തിളങ്ങുന്ന മുത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ കല്ല് എന്ന പദവി അവകാശപ്പെടാം. ഫ്ലൂറൈറ്റ് ധാതുവിൽ നിന്ന് രൂപപ്പെട്ട ഈ രത്നം ഇരുട്ടിൽ പച്ചയായി തിളങ്ങുന്നു. ചൈനയിൽ ഇത് ഒരു തിളങ്ങുന്ന മുത്ത് എന്നറിയപ്പെടുന്നു. അവിടെ ഇത് വജ്രത്തേക്കാൾ വിലമതിക്കുന്നു. ഇത്തരത്തിലുള്ള പച്ചമുത്തുകൾ യമങ്ഷു എന്നറിയപ്പെടുന്നു. അവ ചൈനീസ് ഇതിഹാസങ്ങളിൽ വളരെ കാലമായി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കല്ല് സ്പർശിക്കുന്നത് വലിയ ഭാഗ്യവും സമൃദ്ധിയും നൽകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ആദ്യത്തെ ആധുനിക യമങ്ഷു ചൈനയിൽ 20 വർഷം മുമ്പ് മാത്രമാണ് കണ്ടെത്തിയത്. അതുല്യമായ രത്നം ചൈനയുടെ തദ്ദേശീയമാണ്. ലോകത്ത് മറ്റെവിടെയും ഇത് കണ്ടെത്താൻ കഴിയില്ല. 3. ഡയമണ്ട് ടിയേസ്. രത്നങ്ങൾ പോലെയുള്ള കല്ലുകൾ കണ്ണുനീരിലൂടെ ഒലിപ്പിക്കുന്ന അസാധാരണമായ മെഡിക്കൽ കേസുകൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ കുഴക്കുന്നു. അതിലൊന്ന് 1996 അസ്ന മുഹമ്മദ് സെൽമാനി എന്ന 12 വയസ്സുള്ള ലെബനീസ് പെൺകുട്ടി ക്രിസ്റ്റൽ ക്ലിയർ രത്നങ്ങൾ പോലെയുള്ള കല്ലുകൾ കരയുന്നതിനിടയിൽ കണ്ണിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. മാർച്ചിനും നവംബറിനും ഇടയിൽ അവൾ അവളുടെ കണ്ണുകളിൽ നല്ല മൂർച്ചയുള്ള കല്ലുകൾ പുറപ്പെടുവിക്കുന്നു. ഈ സംഭവം ആഗോള ശ്രദ്ധ നേടി. ഈ അപൂർവ അവസ്ഥ മെഡിക്കൽ വിദഗ്ധരെ അമ്പരിപ്പിക്കുകയും പൊതുജനങ്ങളിൽ കൗതുകമുണർത്തുകയും ചെയ്തു. വ്യാപകമായ ഊഹോപോഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ പ്രതിഭാസത്തെ സാധൂകരിക്കാൻ നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. ഇത് മെഡിക്കൽ സമൂഹത്തിനുള്ളിൽ സംശയത്തിന് ഇടയാക്കി. മെസൽമാനിയുടെ കേസ് ഒരു കൗതുകകരമായ നിഗൂഢതയായി തുടരുന്നു. വൈദ്യശാസ്ത്രപരമായ ധാരണയുടെ പരിധികളെക്കുറിച്ചുള്ള ആകർഷണവും സംവാദവും ഉണർത്തുകയും ചെയ്യുന്നു. 4. ബഹിയ എമറാൾഡ്. ഏകദേശം 840 പൗണ്ട് 380 കിലോഗ്രാം ഭാരമുള്ള ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരതകങ്ങളിലൊന്നാണ് ബഹിയ എമറാൾഡ്. അതിന്റെ അദ്വിതീയ വലിപ്പവും ഗുണനിലവാരവും കാരണം അതിന്റെ കൃത്യമായ മൂല്യം നിർണ്ണയിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. 2001 ബ്രസീലിലെ ബഹിയയിൽ നിന്നാണ് ഈ കല്ല് കണ്ടെത്തിയത്. അതിനുശേഷം ഉടമസ്ഥാവകാശത്തിന് വിവിധ അവകാശവാദങ്ങളുമായി നിയമപരമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബഹിയ എമറാൾഡ് അതിന്റെ വലിയ വലിപ്പവും മൂല്യവും കാരണം രത്നശേഖരക്കാരുടെയും താല്പര്യക്കാരുടെയും ലോകത്ത് വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു രത്നമായി തുടരുന്നു. 5. ഹാൻഡ് ഓഫ് ഫെയ്ത്ത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപൂർവവും അസാധാരണവുമായ കല്ലുകളിലൊന്നായാണ് ഹാൻഡ് ഓഫ് ഫെയ്ത്ത് അറിയപ്പെടുന്നത്.
ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കണ്ടെത്തിയ ഈ ഭീമാകരമായ സ്വർണ്ണക്കട്ടിക്ക് 27.21 കിലോഗ്രാം അല്ലെങ്കിൽ 60 പൗണ്ട് ഭാരമുണ്ട്. നിലവിലുള്ളതിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി മാത്രമല്ല, ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുള്ളതിനാൽ അതിന്റെ മൂല്യം കേവലം ഭാരത്തെ മറികടക്കുന്നു. അതിന്റെ ഭാരത്തിനപ്പുറം ഹാൻഡ് ഓഫ് ഫെയ്ത്ത് അമൂല്യമാണ്. ലാസ് വെഗാസിലെ ഗോൾഡൻ നഗറ്റ് കാസിനോയിൽ $1 മില്യൺ ഇത് വിറ്റഴിച്ചു. ഇപ്പോൾ പൊതുജനങ്ങൾക്കായി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിന്റെ കണ്ടെത്തൽ ലോകമെമ്പാടുമുള്ള നിധിവേട്ടക്കാരുടെ ഭാവനയെ പിടിച്ചു നിർത്തിക്കൊണ്ട് സ്വർണ്ണ പ്രതീക്ഷയുടെ നിലവിലുള്ള ആകർഷണവും സാധ്യതയും കാണിക്കുന്നു. ഇത് മനുഷ്യചരിത്രത്തിലുടനീളം സ്വർണത്തിന്റെ ശാശ്വതമായ ആകർഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാവനയെ ആകർഷിക്കുന്നതും പ്രകൃതിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായ അത്ഭുതങ്ങളുടെ ഒരു തെളിവായി ഇത് നിലകൊള്ളുന്നു. 6. കുളിനൻ ഡയമണ്ട്. 1905 ദക്ഷിണാഫ്രിക്കയിലെ പ്രീമിയർ മൈനിനുള്ളിൽ തൊഴിലാളികൾ ആശ്വാസകരമായ ഒരു കണ്ടെത്തലിൽ ഇടറി വീണു. കലിനൻ ഡയമണ്ട് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പരുക്കൻ രത്നഗുണമേന്മയുള്ള വജ്രം. അതിശയിപ്പിക്കുന്ന 3106 ക്യാരറ്റ് ഭാരമുണ്ട്. കനിയുടെ ഉടമയായ സർ തോമസ് കളിനന്റെ പേരിലുള്ള കളിനൻ ഡയമണ്ട് വജ്രം വെട്ടുന്നവരുടെ കൈകളിൽ ഭരമേൽപ്പിച്ചു. ഈ പരുക്കൻ അത്ഭുതത്തെ അതിമനോഹരമായ പല രത്നങ്ങളാക്കി മാറ്റാൻ മാസങ്ങളോളം വേണ്ടിവന്നു. ഓരോന്നിനും അതിൻ്റെതായ അതുല്യമായ തിളക്കമുണ്ട്. കുളിനൻ വജ്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത ശ്രദ്ധേയമായ രത്നങ്ങളിൽ ആഫ്രിക്കയിലെ മഹാനക്ഷത്രവും ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളെ അലങ്കരിക്കുന്ന ആഫ്രിക്കയിലെ ലെസ്റ്റർ സ്റ്റാറും ഉൾപ്പെടുന്നു. ഈ രത്നങ്ങൾ രാജകീയതയുടെയും അധികാരത്തിന്റെയും പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. തലമുറകളായി രാജാക്കന്മാരുടെ കിരീടങ്ങളും രാജകീയങ്ങളും അലങ്കരിക്കുന്നു. കുളിനൻ ഡയമണ്ടിന്റെ പൈതൃകം അതിന്റെ വലിപ്പത്തിനും ഭംഗിക്കും അപ്പുറത്താണ്. ഇത് മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും കൗരകൗശലത്തിന്റെയും പരകോടിയെ പ്രതിനിധീകരിക്കുന്നു. ചരിത്രത്തിലുടനീളം വജ്രങ്ങളുടെ ശാശ്വതമായ ആകർഷണീയതയുടെയും തെളിവാണ് ഇത്. 7. ഫയർ ഒബ്സീഡിയൻ. ഭൂമിയുടെ ഉജ്ജ്വലമായ ആഴത്തിന്റെ ഹൃദയഭാഗത്ത് മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി ഒരു രത്നമുണ്ട്. ഫയർ ഒബ്സീഡിയൻ അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ തീവ്രമായ ചൂടിലൂടെയും സമ്മർദ്ദത്തിലൂടെയും രൂപം കൊണ്ട ഈ രത്നം അതിന്റെ ആകർഷകമായ ആകർഷണവും സമാനതകളില്ലാത്ത അപൂർവതയും കൊണ്ട് ആകർഷിക്കുന്നു. അഗ്നിപർവ്വതങ്ങളുടെ ആഴത്തിൽ നിന്ന് ഉരുകിയ ലാവ ഒഴുകുമ്പോൾ അത് ഭൂമിക്കടിയിലെ ഒരു സവിശേഷ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. ലാവ വേഗത്തിൽ തണുക്കുമ്പോൾ അത് അഗ്നിപർവ്വത സ്ഫടികമായി മാറുന്നു. ഇത് ഒബ്സീഡിയൻ എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ഒബ്സീഡിയനുള്ളിൽ എന്തോ മാന്ത്രികത സംഭവിക്കുന്നു. കുടുങ്ങിയ വാതകങ്ങളും ധാതുക്കളും വർണ്ണാഭമായ ഫ്ലാഷുകൾ സൃഷ്ടിക്കുന്നു. ഇത് സാധാരണ ഒബ്സീഡിയനെ ആശ്വാസകരമായ ഫയർ ഒബ്സീഡിയൻ രത്നമാക്കി മാറ്റുന്നു. തീപിടിച്ച ചുവപ്പും ഓറഞ്ചും മുതൽ ആഴത്തിലുള്ള നീലയും ദ്രുമനൂലും വരെ നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഫയർ ഒബ്സീഡിയന്റെ ഓരോ ഭാഗവും ഭൂമിയുടെ അസംസ്കൃത ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും തെളിവാണ്. ഇത് ശേഖരിക്കുന്നവർക്കും താല്പര്യമുള്ളവർക്കും ഒരുപോലെ കൊതിപ്പിക്കുന്ന നിധിയാക്കി മാറ്റുന്നു. 8. ഇത് ഹോട്ട്ലർമാൻ നഗറ്റ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്വർണ്ണത്തിരക്കിന്റെ മൂർധന്യത്തിൽ ഒരു കൂട്ടം നിർഭയരായ പ്രോസ്പെക്ടർമാർ അമേരിക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ദുർഘടമായ ഭൂപ്രദേശത്ത് ഭാഗ്യം തേടി പുറപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ജർമ്മൻ കുടിയേറ്റക്കാരനായ ജോഹാൻ ഹോട്ട്ലർമാനും ഉണ്ടായിരുന്നു. 1878 ചുട്ടുപൊള്ളുന്ന വേനൽ ദിനത്തിൽ വിദൂരമായ ഒരു അരുവിക്കരയിൽ സ്വർണത്തിനായി പായുന്നതിനിടയിൽ ഹോട്ട്ലർമാൻ അസാധാരണമായ എന്തോ ഒന്ന് കണ്ടുവെന്ന് ഐതിഹ്യം പറയുന്നു. കലുഷിതമായ വെള്ളത്തിനടിയിൽ കുഴിച്ചിട്ട ഒരു മിന്നുന്ന നഗറ്റ് കിടക്കുന്നു. അദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുതാണത്. ഹോട്ടർമാൻ നഗറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗംഭീരമായ മാതൃക 20 പൗണ്ടിലധികം ഭാരമുള്ളതും ഈ മേഖലയിലുടനീളമുള്ള സ്വർണ്ണ അന്വേഷകരിൽ ഉന്മാദമുണ്ടാക്കി. കണ്ടെത്തലിന്റെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ സ്വർണ്ണനിധി തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഭാഗ്യവേട്ടക്കാരെ ആകർഷിക്കുന്നു. എന്നാൽ ഹോട്ടർമാൻ നഗറ്റിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ചരിത്രത്തിലേക്കുള്ള സ്വർണ്ണപ്പെരുപ്പം മാഞ്ഞുപോയതോടെ ഐതിഹാസികമായ നഗറ്റ് എവിടെയാണെന്നത് ദുരൂഹമായി. ചിലർ ഇത് ധനികനായ കളക്ടർക്ക് വിറ്റുവെന്ന് പറയുന്നു. മറ്റുള്ളവർ അതിപ്പോഴും വിശാലമായ മരുഭൂമിയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നതായി വിശ്വസിക്കുന്നു. വീണ്ടും കണ്ടെത്തുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഈ അപൂർവമായ കല്ലുകളുടെ വിസ്മയിപ്പിക്കുന്ന ലോകം നമ്മൾ പര്യവേഷണം ചെയ്തു. ഓരോന്നിനും അതിൻ്റെതായ തനതായ സൗന്ദര്യവും പ്രത്യേകതയുമുണ്ട്. ഇവയിൽ നിങ്ങൾക്ക് മികച്ചത് ഏതാണ്? കമന്റ് ചെയ്യൂ. ഈ രത്നങ്ങൾ അവയുടെ ദൗർബല്യത്തിന് മാത്രമല്ല, അവയുടെ സ്ഫടിക ഘടനകൾക്കുള്ളിൽ സൂക്ഷിക്കുന്ന കഥകൾക്കും വിലമതിക്കപ്പെടുന്നു. അവയുടെ അപൂർവതയോ നിഗൂഢമായ ഗുണങ്ങളാൽ വിലമതിക്കപ്പെട്ടതോ ആകട്ടെ, ഈ മികച്ച 8 അപൂർവ കല്ലുകൾ പ്രകൃതി വാഗ്ദാനം ചെയ്യുന്ന അവിശ്വസനീയമായ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അപൂർവമായ കല്ലുകളിലൂടെയുള്ള ഈ ആകർഷകമായ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. കൂടുതൽ ആകർഷകമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.